നമുക്കറിയാം കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ 86ഓളം മുനിസിപ്പാലിറ്റികളിൽ BJP ഭരണത്തിലുള്ള രണ്ട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും പന്തളവുമായിരുന്നു. ഇതിൽ പാലക്കാട് പ്രമീള ശശിധരനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ BJPയിലുള്ളവർ വരെ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് കൃത്യമായി ആ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം പല നേതാക്കളുമായി സംസാരിക്കവേ പാലക്കാട് നിന്നുള്ള കൗൺസിലർമാരിൽ പലരും കോൺഗ്രസിലേക്ക് നീങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം വിജയസാധ്യത കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഇക്കുറി നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 4000-ലേറെ വോട്ടിൻ്റെ ലീഡ് നഗരസഭയിൽ നിന്ന് മാത്രം അവിടെ കോൺഗ്രസ് നേടിയെടുത്തിരുന്നു. അതായത് പാലക്കാട് നഗരസഭ മൊത്തത്തിൽ BJPയുടെ കൈവശമാണ് എന്ന ഖ്യാതി മാറ്റിക്കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത്. അതുകൊണ്ടാണ് പ്രശാന്ത് ശിവനും C കൃഷ്ണകുമാറിനുമൊക്കെ തീർത്താൽ തീരാത്ത ദേഷ്യം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ളത്. കാരണം അവരുടെയൊക്കെ ഈറ്റില്ലം വെണ്ണീറായി പോകുമോ എന്ന ഭയം അവർക്ക് നല്ല രീതിയിലുണ്ട്. പ്രശാന്ത് ശിവനാണ് ഏറ്റവും കൂടുതൽ, കാരണം വളർന്നു വരുന്ന യുവ നേതാവാണല്ലോ. പല നേതാക്കളും ഈ വലിയ രീതിയിലുള്ള ഭയം വല്ലാതെ സൂക്ഷിച്ചു പോന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വീണ്ടും നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉയരാനേ സാധ്യതയുള്ളൂ. കാരണം അത്രയേറെ അദ്ദേഹത്തിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും ഗർഭക്കേസിൽ കൊടുക്കാനും CJP അതായത് CPIM-ഉം BJPയും സംയുക്തമായി ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അവിടെയാണ് പ്രശാന്ത് ശിവന്റെയും C കൃഷ്ണകുമാറിൻ്റെയും കള്ളക്കളികൾ പൊളിച്ചടുക്കിക്കൊണ്ട് നഗരസഭയിൽ തന്നെ BJP കൗൺസിലർമാർ രാജിവെക്കാൻ, അതല്ലെങ്കിൽ ഇപ്പോൾ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അംഗത്വം എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ നോമിനേഷനും റിസൾട്ടും എല്ലാം വരാനിരിക്കവേ ഈ ഒരു സാഹചര്യം വലിയ തോതിൽ വലിയ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു രീതിയാണ്, ഒരു ചർച്ചാ രീതി തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് ഏറെക്കുറെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത്. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഏറെക്കുറെ ആധിപത്യം പിടിച്ചെടുത്താൽ UDFിൻ്റെ കാര്യങ്ങൾ എളുപ്പമാകും. 6-ൽ 3 പിടിച്ചെടുക്കുക ഉറപ്പായും പിടിച്ചെടുക്കാൻ പറ്റുന്നത് കൊച്ചിയാണ്. കണ്ണൂർ നിലനിർത്താനും കൊച്ചി പിടിച്ചെടുക്കാനും, അതുപോലെ മറ്റ് കോർപ്പറേഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ എന്നീ കോർപ്പറേഷനുകളിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം തൃശ്ശൂർ കോർപ്പറേഷനിലും കൊല്ലം കോർപ്പറേഷനിലും അട്ടിമറി മുന്നേറ്റം നടത്തി സാധ്യതയുണ്ടെങ്കിൽ കൊല്ലം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷനിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്.